അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന 60 കിലോ വെള്ളി കാണാനില്ല. അതെ, 60 കിലോ വെള്ളി അപ്രത്യക്ഷമായിരിക്കുന്നു. ആരാണ് ആ വെള്ളി മോഷ്ടിച്ചത്? രാമക്ഷേത്ര ട്രസ്റ്റിൽ ആ വലിയ അഴിമതി നടന്നു? സംഭാവനകൾ കൊള്ളയടിക്കപ്പെട്ടോ? അതോ ഇതിനു പിന്നിൽ ഈ ക്ഷേത്രത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയൊരു ഗൂഢാലോചനയുണ്ടോ? കാത്തിരിക്കുക. ഇന്ന് നമ്മൾ പൊളിച്ചെഴുതാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ചിലരുടെ വിവാദങ്ങളായിരിക്കുന്ന അയോധ്യയെ ചുറ്റിപ്പറ്റിയുള്ള ആ വലിയ വിവാദത്തിൻ്റെ യഥാർത്ഥ ചുരുളുകളാണ്. നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 2021 വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യവ്യാപകമായി ഒരു ധനസമാഹരണ യജ്ഞം സംഘടിപ്പിച്ചിരുന്നു. ഒരു ഫണ്ട് പിരിവായിരുന്നില്ല അത്. ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ വിയർപ്പിന്റെ വിലയായ നാണയത്തുട്ടുകൾ മുതൽ കോടീശ്വരന്മാർ നൽകിയ വമ്പൻ തുകകൾ വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനായി ലഭിച്ചത് ആയിരക്കണക്കിന് കോടി രൂപയുടെ സംഭാവനകളാണ്. പണമായിട്ട് മാത്രമല്ല, സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും വിലപിടിപ്പുള്ള രത്നങ്ങളായിട്ടും ഭക്തർ തങ്ങളുടെ സമർപ്പണം അയോധ്യയിലേക്ക് ഒഴുക്കിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം ഭക്തർ സമർപ്പിച്ച വെള്ളിയുടെ അളവ് എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കൊന്ന് ഞെട്ടും. ഏകദേശം 1000 കിലോയ്ക്കടുത്താണ് ആ വെള്ളിയുടെ കണക്ക്. അതായത് 1 ടണ്ണിനടുത്ത് വെള്ളി. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരും: ഇത്രയും വലിയ സമ്പത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന്. അവിടെയാണ് ഈ കഥയിലെ ആദ്യത്തെ നിർണായകമായിട്ടുള്ള ട്വിസ്റ്റ് വരുന്നത്. ഇത്രയും വലിയ അളവിൽ വരുന്ന സ്വർണവും വെള്ളിയും വെറുതെ ഒരു മുറിയിൽ കൂട്ടിയിടുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും അല്ല. ഇവിടെയാണ് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മൈനിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ SPMCIL രംഗത്ത് വരുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള രാജ്യത്തെ കറൻസികളും നാണയങ്ങളും അച്ചടിക്കുന്ന ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള അതേ സ്ഥാപനം. ഭക്തർ നൽകുന്ന വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ ഉരുക്കൽ, അവയുടെ കൃത്യമായ ശുദ്ധീകരണം, ഓരോ ഗ്രാമം കൃത്യമായി രേഖപ്പെടുത്തൽ, അവയുടെ സുരക്ഷിതമായ സംഭരണം തുടങ്ങി സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. ലഭിക്കുന്ന വെള്ളി ഉരുക്കി 20 കിലോ വീതമുള്ള വലിയ വലിയ ബാറുകളാക്കി മാറ്റി അതീവ സുരക്ഷയുള്ള ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന ഒരു ബൃഹത്തായ സംവിധാനമാണ് ഇവിടെയുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോളുക. അതായത് ഒരു പഴുതുപോലും ഇല്ലാത്ത സുരക്ഷാ വലയം. ഒരു ഉറുമ്പിന് പോലും ആരും അറിയാതെ ആ സ്ട്രോങ് റൂമുകളിൽ കടക്കാൻ കഴിയില്ല. ഇവിടെ ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങളല്ല ഇവിടെയുള്ളത്. പിന്നെ എവിടെ നിന്നാണ് ഈ അഴിമതി ആരോപണം ഉയർന്നത്? അടുത്ത ചോദ്യം അതല്ലേ. ഇത്രയും സുരക്ഷിതമായൊരു സിസ്റ്റം അവിടെ നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ആ വാർത്ത പുറത്തു വരുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാനായി ഒരു ജ്വല്ലേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച 60 കിലോ വെള്ളിക്കട്ടകളെ കുറിച്ചാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങൾ വളരെ ലളിതമാണ്, എന്നാൽ ഉത്തരങ്ങൾ അതിസങ്കീർണവും. ആ ജ്വല്ലേഴ്സ് അസോസിയേഷൻ നൽകിയ 60 കിലോ വെള്ളി ക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിൻ്റെ രസീത് എവിടെയാണ്? അത് ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഉപയോഗിച്ചോ? അതോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ 60 കിലോ വെള്ളി എവിടെയാണ് ഇരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചത് മറ്റാരുമല്ല, ആ വെള്ളി സമർപ്പിച്ച ജ്വല്ലേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുരാഗ് രസ്തോഗി ഉൾപ്പെടെയുള്ളവരാണ്. തങ്ങൾ ഭക്തിയോടെ സമർപ്പിച്ച വെള്ളിക്കട്ടകളുടെ രേഖകളും അവരുടെ ഉപയോഗവും സംബന്ധിച്ച് വ്യക്തത വേണമെന്ന് അവർ ആവശ്യപ്പെട്ടതോടെയാണ് ഈ വിഷയം കത്തിപ്പടർന്നത്. ഞങ്ങൾ നൽകിയ വെള്ളിയുടെ രേഖകൾ എവിടെ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന സകല വിവാദങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത്. വിവാദം പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നു. നമ്മളുടെ ദേവസ്വം ബോർഡിനെ കുറ്റം പറഞ്ഞില്ലേ, അയോധ്യയുടെ കാര്യം എങ്ങനെയുണ്ട്, സംഖ്യകൾ കൊള്ളാം, ഇതൊക്കെയാണ് കമന്റ് ബോക്സിലൊക്കെ വരുന്നത്. ക്ഷേത്രത്തിൽ വൻ അഴിമതി നടന്നു, ട്രസ്റ്റ് ഭാരവാഹികൾ വെള്ളി അടിച്ചു മാറ്റി, സംഭാവനകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള തലക്കെട്ടുകളിൽ പോസ്റ്റുകൾ വൈറലായി. പലരും തങ്ങളുടെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ താല്പര്യങ്ങൾക്കനുസരിച്ച് കഥകൾ മാറി മെനഞ്ഞെടുത്തു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇത് ക്ഷേത്ര ട്രസ്റ്റിനെതിരെയുള്ള നേരിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണോ? ഒരിക്കലും അല്ല. ഇത് കേവലം രേഖകൾ സംബന്ധിച്ച ഒരു സംശയം മാത്രമാണ്. ഒരു സിസ്റ്റത്തിൽ എവിടെയോ സംഭവിച്ചൊരു വിടവ്. അത് മനസ്സിലാക്കാൻ പരാതിക്കാരൻ തന്നെ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ അഴിമതി ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പരാതി ഉന്നയിച്ച അനുരാഗ് രസ്തോഗി ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമായി പറഞ്ഞു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് രാമക്ഷേത്ര ട്രസ്റ്റിലും ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിലും പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ അഴിമതി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല.
ക്ഷേത്രത്തെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്ത കാര്യമായിരിക്കാം ഇത്. ശ്രദ്ധിക്കുക, പരാതിക്കാരൻ തന്നെ പറയുകയാണ് തനിക്ക് ട്രസ്റ്റിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ ആരാണ് ഇവിടെ കളിക്കുന്നത്? ഇതിന് പിന്നിൽ ക്ഷേത്രത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ശ്രമിക്കുന്ന മറ്റേതെങ്കിലും അദൃശ്യകരങ്ങളുണ്ടോ? നിലവിൽ ഈ പരാതി ഒരു വ്യക്തിക്കെതിരെയോ ട്രസ്റ്റിനെതിരെയോ നേരിട്ട് തെളിയിക്കപ്പെട്ടൊരു അഴിമതി ആരോപണം പോലുമല്ല. ഇവിടെ സംഭവിച്ചതുപോലെ കിലോ കണക്കിന് സ്വർണം ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല. മറിച്ച് ഒരു കൂട്ടം കാണിക്കുമായി ബന്ധപ്പെട്ട ഒരു ദുരൂഹത മാത്രമാണ്. ആ ദുരൂഹത നീക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഒരു വജ്രായുധം തന്നെ പ്രയോഗിച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ഒട്ടും സമയം കളഞ്ഞില്ല. ഉടനടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചു. ക്ഷേത്ര ട്രസ്റ്റിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശബരിമലയിൽ സംഭവിച്ചതും അയോധ്യയിൽ സംഭവിച്ചതും രണ്ടും ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് ഈ SIT അന്വേഷിക്കുന്നത്? പറഞ്ഞുതരാം. അവരുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. ഒന്നാമതായിട്ട് വിവാദമായ ആ 60 കിലോ വെള്ളി സംബന്ധിച്ച പരാതിയുടെ നിജസ്ഥിതി കണ്ടെത്തുക. രണ്ടാമതായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളുടെയും രേഖകളുടെയും പൂർണ്ണമായിട്ടുള്ള പരിശോധന. മൂന്നാമതായിട്ട് ക്ഷേത്രത്തിലെ ഹുണ്ടികയിൽ അഥവാ കാണിക്ക വഞ്ചിയിൽ വീഴുന്ന പണത്തിന്റെ കണക്കെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത. നാലാമതായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഭൂമി ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കുക. അഞ്ചാമതായി ക്ഷേത്രത്തിലെ മൊത്തത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും അക്കൗണ്ടിംഗ് നടപടിക്രമങ്ങളും പഴുതുകളൊന്നുമില്ലാതെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അന്വേഷണം വളരെ ഊർജിതമായി നടക്കുകയാണ്. ഇവിടെ പോലെ നമ്മളൊരു അന്വേഷണ സംഘത്തിന് വേണ്ടി വാശി പിടിക്കേണ്ട അവസ്ഥയോ പ്രതികരണത്തിന് വേണ്ടി കെഞ്ചേണ്ട അവസ്ഥയോ ഒന്നും അവിടെ വന്നിട്ടില്ല. ഇതിനിടയിൽ ചില നിർണായക നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കാണിക്കപ്പണം വേണ്ടുന്ന വിഭാഗത്തിലെ ചില ജീവനക്കാരെ അവിടുന്ന് മാറ്റിയതായിട്ടും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ പലരും വിധിയെഴുതി, ഇതാ കണ്ടില്ലേ കള്ളന്മാരെ പിടിച്ചു എന്ന്. എന്നാൽ നിൽക്കൂ, അതൊരു തെറ്റിദ്ധാരണയാണ്. അന്വേഷണ സമയത്ത് സംശയമുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതോ ആയ ജീവനക്കാരെ മാറ്റി നിർത്തുക എന്നത് ലോകത്തെവിടെയും നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾ മാത്രമാണ്. എന്തൊക്കെ തരത്തിലുള്ള മാനിപ്പുലേഷൻ ആണല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ അവർ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതുകൊണ്ടല്ല അവരെ മാറ്റിയത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത്രയും കോലാഹലങ്ങൾ നടന്നിട്ട് സത്യത്തിൽ ഇതുവരെ എന്തെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? വളരെ വ്യക്തമായിട്ട് പറയാം, താഴെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അന്വേഷണ ഏജൻസിയും തെളിയിച്ചിട്ടില്ല. ക്ഷേത്ര ട്രസ്റ്റ് പണം തട്ടിയെടുത്തു എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ട്രസ്റ്റ് ഭാരവാഹികൾ ആരെങ്കിലും വെള്ളി മോഷ്ടിച്ചു എന്നതിനും യാതൊരു തെളിവുമില്ല. ഭക്തരുടെ സംഭാവനകൾ ദുരുപയോഗം ചെയ്തു എന്നതും വെറും ആരോപണം മാത്രമാണ്. തികച്ചും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് കേരളത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതും ഇതുവരെ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതൊക്കെ വെറും ഊഹാപോഹങ്ങളും ചില അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള പ്രചാരണങ്ങളും മാത്രമാണ്. അത് ചിന്തിച്ചാൽ മനസ്സിലാകും. എങ്കിൽ യഥാർത്ഥ ചോദ്യം എന്താണ്? അത് വളരെ ലളിതമാണ്. ആ 60 കിലോ വെള്ളി ക്ഷേത്രത്തിന് കൈമാറിയതായി തെളിയിക്കുന്ന രേഖകൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ആ രേഖകൾ ഒപ്പിട്ട് അത് സ്വീകരിച്ചത് ആരാണ്? സ്വീകരിച്ച ആ വെള്ളി എവിടെയാണ് സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത്? അത് ക്ഷേത്രത്തിൻ്റെ അടിത്തറ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാണ് യഥാർത്ഥ ചോദ്യം. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ 60 കിലോ വെള്ളി ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരം കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ SITയുടെ മുന്നിലുള്ള ഒരേയൊരു ദൗത്യം. ആ ഉത്തരം കിട്ടുന്നത് വരെ ബാക്കി എല്ലാ ചർച്ചകളും വെറും വായുവിൽ കത്തിക്കുന്ന പടക്കങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ BJP, RSS, അതുപോലെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് എന്നിവരുടെ നിലപാട് എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വളരെ വ്യക്തവും കർശനവുമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ആയാലും ശരി, തെറ്റ് ചെയ്താൽ ആരെയും സംരക്ഷിക്കരുത് എന്നത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. ഇതൊരു വലിയ പാഠം കൂടിയാണ്. അത് ക്ഷേത്ര സ്വത്താകട്ടെ, ദേവസ്വം സ്വത്താകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസമ്പത്താകട്ടെ, എന്തൊക്കെ തന്നെ ആയാലും അവിടെ ഒരു മോഷണമോ തട്ടിപ്പോ നടന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ കുറ്റക്കാർക്കെതിരെ ഏറ്റവും കർശനമായ നടപടി സ്വീകരിക്കണം. അത് അയോധ്യയിലെ രാമക്ഷേത്രമാണോ കേരളത്തിലെ ശബരിമലയാണോ എന്നതല്ല നമ്മുടെ വിഷയം. ദൈവത്തിൻ്റെ പേരുള്ള സ്വത്തിൽ കൈവച്ചാൽ കുറ്റം ചെയ്തത് ആരായാലും അവൻ എത്ര വലിയ കൊമ്പനായാലും നടപടി എടുക്കുക എന്നത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ രണ്ടാമതൊരു അഭിപ്രായവും ഇല്ല. അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പല പ്രചാരണങ്ങളും
ഒരു ചെറിയ സംശയത്തെ, അതായത് രേഖകൾ കാണാനില്ല അല്ലെങ്കിൽ വെള്ളി കാണാതായി എന്ന അതിനെ ആരോപണത്തെ നേരിട്ട് വലിയ ക്ഷേത്ര അഴിമതിയായി ചിത്രീകരിക്കാനുള്ള ചിലരുടെ തത്രപ്പാടുകളാണ്. ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ക്ഷേത്രത്തിന്റെ പ്രശസ്തി തകർക്കുക അല്ലെങ്കിൽ അതിന് മേൽ ഒരു കരിനിഴൽ വീഴ്ത്തുക എന്ന അജണ്ട ഉണ്ടാകാം. പക്ഷേ അന്വേഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു സിസ്റ്റത്തിലെ പാളിച്ചകൾ കണ്ടെത്തുക എന്നതാണ്. സംഭാവന ലഭിച്ചോ? ലഭിച്ചെങ്കിൽ രേഖ എവിടെ? അതിന്റെ ഉപയോഗം എങ്ങനെ നടന്നു? ഇപ്പോൾ എവിടെയാണ്? ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.